ശ്രീ ലിൻഡോ തോമസ് ആണ് ടെലിഫോൺ ലൈനിൽ ഞാൻ കരുതുന്നു. ലിൻഡോ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ലിൻഡോ, ഇപ്പോൾ അവിടെ ഷിരൂരിൽ ഈ മണ്ണ് നീക്കം നടക്കുകയല്ലേ? അവിടെ പുതിയ ക്രെയിനുകളൊക്കെ എത്തിച്ചോ? വാഹനം ഉയർത്തിയെടുക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളാണോ അവിടെ കാണുന്നത്? അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ സൈറ്റിലുണ്ട്. ഇപ്പൊ ക്ലൈമറ്റ് കുറച്ച് ബാഡ് ആയതിൻ്റെതായ ഒരു ചെറിയ പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടോ? അനുകൂലമായ മഴ ഇപ്പൊ പെയ്യുന്നുണ്ട്. അപ്പോ തുടർച്ചയായിട്ട് കുറച്ച് മഴ ഇപ്പൊ കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന യെല്ലോ അലർട്ട് ആയിരുന്നു, ഇപ്പൊ അത് ഓറഞ്ചിലേക്ക് മാറി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കളക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ വെതർ കണ്ടീഷൻ ഒരു പ്രശ്നമാണ് എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഇന്ന് പൂർണ്ണമായിട്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും തെരച്ചിൽ തുടരുമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലിൻഡോയ്ക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 8 ദിവസവും രാത്രിയിൽ അവിടെ തെരച്ചിൽ നടന്നിട്ടില്ല. ഇല്ല, ഒരു 6 മണി 7 മണിയാകുമ്പോൾ അവസാനിപ്പിക്കുന്ന നിലയാണ് ഉള്ളത്. പക്ഷെ ഇന്നങ്ങനെ പാടില്ല എന്നുള്ള നിലയിൽ നമ്മൾ റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ വെതർ കണ്ടീഷൻ ബാഡ് ആണ് എന്നുള്ള ഒരു നിലയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ചീഫ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് സ്റ്റേറ്റ് എന്ന നിലയിൽ ഒന്നുകൂടെ റിക്വസ്റ്റ് കൊടുക്കുന്ന നിലയിൽ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണ്ടി വരുമല്ലേ? കാരണം 6:30 ആവുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തുന്ന ഒരു രീതിയാണെങ്കിൽ ഇന്നിപ്പോൾ ട്രക്ക് കണ്ടെത്തിയ ഭാഗത്ത് ശക്തമായ അടിയൊഴുക്കുമുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഈ സാഹചര്യത്തിൽ. ട്രക്ക് എവിടെയാണെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ട്രക്ക് അവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തി എത്തിക്കുക അതും അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. അതിന് നാളെ രാവിലെ വരെ ഒരു 12 മണിക്കൂർ കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതൊരു മോശം തീരുമാനമായി പോകില്ലേ ലിൻഡോ? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ലൈറ്റ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ഈ സ്ഥലത്ത് ഇപ്പോഴും ഇല്ല. സാധാരണഗതിയിൽ ഉള്ളതുപോലെ ഇവർ 6 മണിക്ക് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ 7 മണിക്ക് ക്ലോസ് ചെയ്യുന്ന നിലയിൽ തന്നെയാണ് ഇവരുടെ ഒരു മൂവ്മെന്റ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെതർ ഇതിൽ കൂടുതൽ കണ്ടീഷൻ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ലിൻഡോ, ഇപ്പോൾ ലിൻഡോയും സച്ചിൻ ദേവും ഒക്കെ അവിടെ തുടരുകയാണല്ലോ. നിങ്ങൾ അവിടെ അധികൃതരുമായി സംസാരിച്ചോ? ഇക്കാര്യത്തിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗമാണല്ലോ നിങ്ങളും. അതെ, ഞങ്ങൾ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ സംസാരിച്ചത് വെതർ മോശമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത് ഓറഞ്ച് അലേർട്ടായി മാറി, അതിൻ്റെതായ പ്രശ്നമുണ്ട് എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോഴാണ് നമ്മൾ ഒരു സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ട്രക്ക് ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സമയത്ത് തന്നെ അതിൻ്റെ തെരച്ചിൽ തുടരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ലിൻഡോ, അക്കാര്യത്തിൽ ഒന്നുകൂടി സംസാരിച്ചിട്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും ലിൻഡോയിലേക്ക് എത്താം. തെരച്ചിൽ നിർത്തില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. പുതിയ ക്രെയിൻ അവിടെ എത്തിച്ചിട്ടുണ്ട്. വാഹനം എവിടെയാണ് എന്നുള്ളത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ വാഹനം കിടക്കുന്ന ഭാഗത്തേക്ക് നേവിയുടെ സംഘത്തിന് എത്തിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നദിയിലെ ശക്തമായ അടിയൊഴുക്കാണ്. ആ ഭാഗം കൃത്യമായി ഇപ്പോൾ രേഖപ്പെടുത്തി അവിടേക്ക് മാത്രമായി എല്ലാ സംഘത്തെയും വിന്യസിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നമുക്കൊപ്പം സച്ചിൻ ദേവ് MLA-യും ലിൻഡോ തോമസ് MLA-യുമാണ് ചേർന്നത്. MLA-മാർ അവിടെ സ്ഥലത്തുണ്ട്. അവരിൽ നിന്ന് നമുക്ക് തത്സമയം വിവരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കാം. പുഴയിലെ വലിയ ഒഴുക്ക്, അണ്ടർ കറന്റ് എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ അനുഭവപ്പെടുന്നതെന്നാണ് ഇപ്പോൾ നേവി ടീം തന്നെ പറയുന്നത്. നേരം ഇരുട്ടി തുടങ്ങുകയാണ്, സമയം വൈകുന്നു. അവിടെ ആവശ്യത്തിന് വെളിച്ചം എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുമോ? രാത്രിയിലും തെരച്ചിൽ നടത്തുന്നതിന് ആവശ്യമായി സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനാണോ ഇപ്പോൾ നേരത്തെ പോയ വാഹനം നമ്മൾ പോകുന്നത് കണ്ടു, അതിനായിട്ടാണോ അവർ പോയത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം കണ്ടെത്തിയിരിക്കുന്നത് പുഴയുടെ അടിത്തട്ടോട് ചേർന്ന് ആ മണ്ണിടിഞ്ഞു വീണ ഭാഗത്താണ്. അവിടെ വണ്ടി എവിടെയാണ് തങ്ങി നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. വാഹനം ഫിസിക്കലി അതിലേക്ക് വാഹനത്തിനടുത്തേക്ക് എത്താൻ സ്കൂബ ടീമിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോറി ഈ മണ്ണിടിച്ചിലിൽ കാണാതായി 9ാമത്തെ ദിവസമാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 8:45-നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഷിരൂരിലെ മണ്ണിടിഞ്ഞു വീണ് ആ മലയുടെ ഏകദേശം 1/4 ഭാഗം ഇടിഞ്ഞ് പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. പുഴയുടെ മധ്യഭാഗം വരെ മണ്ണ് ഒലിച്ചെത്തുന്ന തരത്തിൽ അങ്ങനെയുള്ള ശക്തമായ ഒരു പ്രവാഹമായി തന്നെയാണ് ആ മണ്ണ് പോയത്. ആ മണ്ണിനൊപ്പം ആ ട്രക്കും ഒലിച്ചു വന്ന് ഈ പുഴയുടെ അടിത്തട്ടിൽ പതിഞ്ഞുപോയി എന്നുള്ളതാണ് ഇപ്പോൾ നേവിയുടെ പുഴയുടെ തീരം ചേർന്നുള്ള സോണാർ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ആർമിയുടെ റഡാർ സിഗ്നലിലും കണ്ടെത്തിയിരിക്കുന്നത് അർജുന്റെ ലോറിയാണ് എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യന്തം നമ്മൾ ഉണ്ടാകും ഒപ്പം എന്നത് നമ്മൾ ആ കുടുംബത്തിന് കൊടുത്ത വാക്കാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു വാർത്തകൾ എല്ലാം ഒഴിവാക്കി മറ്റു മാധ്യമങ്ങൾ ബജറ്റിന് പിന്നാലെ പോയപ്പോഴും അതിലേക്ക് പോലും പോകാതെ നമ്മൾ ഇതിൽ തന്നെ തുടർന്നത് ആ കുടുംബത്തിനൊപ്പം ഉണ്ടാകും എന്ന വാക്ക് പാലിക്കുന്നതിനായി തന്നെയാണ്. പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്നത്. ലോറി അർജുന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ട്രക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ